അങ്ങനെ ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ചുരുക്കം നടന്മാർക്കാണ് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലെ പല താരങ്ങളും ലാലേട്ടന് ആശംസകൾ അറിയിച്ചുകൊണ്ട് പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്. ഇനിയും ഇതുപോലെ ഒരുപാട് പുരസ്കാരങ്ങൾ ലാലേട്ടനെ തേടിയെത്തട്ടെ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിൻ്റെ ഭാഗമായി ലാലേട്ടൻ ഇന്ന് ഒരു പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ദൃശ്യം 3 സിനിമയുടെ ഷൂട്ടിംഗ് നാളെ തുടങ്ങുമെന്നും ലാലേട്ടൻ ആ ഒരു പ്രസ് മീറ്റിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസിക് ക്രിമിനലിൻ്റെ 3ാം വരവിനായിട്ട് കാത്തിരിക്കാം. ചോട്ടാ മുംബൈ സിനിമയുടെ റിലീസ് ഫൈനൽ കളക്ഷൻ എത്രയായെന്ന് നോക്കാം. കേരളത്തിൽ 3,61,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 28 ലക്ഷം, ഓവർസീസിൽ 42 ലക്ഷം. അങ്ങനെ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 4,31,00,000 അങ്ങനെ റിലീസിലും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് ചോട്ടാ മുംബൈ സിനിമ മാറി. ഇനി അടുത്തതായിട്ട് ലാലേട്ടൻ്റെ റിലീസിന് ഒരുങ്ങുന്ന ചിത്രമാണ് രാവണപ്രഭു. ഒക്ടോബർ 10-നാണ് രാവണപ്രഭു സിനിമയുടെ റിലീസ്. ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഓസ്റ്റിൻ ഡാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ലാലേട്ടൻ പോലീസ് റോളിലെത്തുന്ന L365 എന്ന സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നത് ജെയ്ക്സ് ബിജോയ് ആയിരിക്കുമെന്ന് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു ഫാൻ ബോയ് ചിത്രം തന്നെ ആയിരിക്കാം L365 എന്ന് ഉറപ്പിക്കാം.